ഹലോ, ഇന്നത്തെ പണി നമ്മളെ അണ്ടർഗ്രൗണ്ട് ടാങ്ക് തേക്കുന്ന പണിയാണ്. അപ്പോൾ ടാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഫുള്ള് കച്ചറ, വെള്ളം ഉണ്ട്, ഒക്കെ അടിച്ച് നന്നാക്കിയിട്ട് വേണം നമുക്ക് തേക്കാനുള്ളത്. അങ്ങനെ മേലിന്ന് തൽക്കാലം തട്ടിക്കൂട്ടി കോണി ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇറങ്ങി ഫുള്ള് കച്ചറയാണ്, വെള്ളം നിൽക്കുന്നുണ്ട്. ഈ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇനി തേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഓരോ ഇൻ്റർലോക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലെ കൂടെ നടക്കേണ്ടത്. അപ്പോൾ ഏകദേശം ക്ലിയർ ആക്കാൻ പോകണം. ഇനിയിപ്പോൾ കുത്താനൊക്കെ ഉണ്ട്, കുത്തിയൊക്കെ റെഡിയായി. സിമെൻറ്റ് കൂട്ടി അതിൽ തന്നെ ഇട്ട് കൂട്ടി. അങ്ങനെ അതിൽ നമ്മൾ URP മിക്സ് ചെയ്യാണ്. നമ്മൾ വാട്ടർ പ്രൂഫ് തന്നെയാണ്, അതിന് നമ്മൾ തേപ്പിൽ ചെയ്യണ പരിപാടിയാണ്. സിമെൻറ്റ് വെള്ളത്തിൽ 1 ലിറ്ററിൽ അതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഗ്രൗട്ടിൽ ഒഴിക്കും. ഗ്രൗട്ടിലും ഇതേപോലെ ഒഴിച്ചിട്ടാണ് മിക്സ് ആക്കുകയാണ്. എല്ലാം കൂടി മിക്സ് ആക്കി ഇടും. അതെല്ലാം എടുത്ത് എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്യേണ്ടത്. അങ്ങനെ മിക്സ് ചെയ്ത് പിന്നെ ഗ്രൗട്ട് അടിച്ച് അടി തുടങ്ങി. ഞങ്ങളിപ്പോൾ 4 ആളാണ് ഈ പണിക്കുള്ളത്. നമ്മുടെ ബംഗാളിയാണ്, അവൻ്റെ കോപ്രായങ്ങൾ അടിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ഭയങ്കര ചൂടാണ്. അങ്ങനെ നമ്മളൊരു ഫാന് കൊടുത്തിട്ട് ആ കാണുന്ന ഫാന് വാടകയ്ക്ക് എടുത്താണ്. കല്യാണ പേരിലൊക്കെ വെക്കുന്ന വലിയ ഫാനാണ്. അപ്പോൾ അത് ഇട്ടിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് അടിക്കും. എന്നിട്ട് അടി തുടങ്ങി. അപ്പോൾ എല്ലാവരും പണിക്കാരാണ്. അപ്പോൾ ഉള്ളിലായതുകൊണ്ട് എല്ലാവരും സിമെൻറ്റ് അവിടെ എടുത്തിട്ടുണ്ടായതുകൊണ്ട് എല്ലാവരും ഹിന്ദിക്കാരും കോഴിട്ട് കൊടുക്കണ്, മറ്റുള്ളവർ അടിക്കണം. അപ്പോൾ സുഖമാണ്, എല്ലാവരും പണിയെടുക്കണം. അങ്ങനെ ഏകദേശം കോലുന്തി പല പരിപാടിയിലാണ്. പിന്നെ അടുത്ത ചുമര അടിക്കാൻ നിസാറിനെ ഏൽപ്പിച്ച്. അപ്പോൾ നിസാറിൻ്റെ അടുത്ത ചുമര ഒറ്റക്ക് അടിക്കുകയാണ്. അങ്ങനെ നിസാർ ചുമര എടുക്കുമ്പോൾ അങ്ങനെ ഫസ്റ്റ് അടിച്ച ചുമര ഒരു പൂർത്തിയായി തുടങ്ങി. ഇനി വക്കും കൂടി നന്നാക്കാണ്ട്. അപ്പോൾ അതിൻ്റെ പണിയുള്ള അപ്പോൾ ഇതിന് ചുമര് അടിച്ചിട്ടിപ്പോൾ കൂടുതൽ പലയിടാണ്. ശേഷം പലയിട്ട് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ചുമര അടിക്കണം. അപ്പോൾ നിസാറ് അടുത്ത ചുമര അടിക്കും. അതിന് വേണ്ടി വക്ക് ചെറിയ നന്നാക്കാണ്ട്. അപ്പോൾ നമ്മളപ്പോൾ ഉള്ള ആൾ വക്ക് നന്നാക്കാണ്. അങ്ങനെ പിന്നെ ഈ ചുമര അടിക്കണം എന്നുണ്ടെങ്കിൽ കോണി മേലോട്ട് വെക്കണം. അങ്ങനെ കോണി മേലേക്ക് അടിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെളിച്ചത്തിന് കമ്മി ഉണ്ടായപ്പോൾ ഒരു ലൈറ്റ് കൊടുത്ത് ഫിറ്റ് ചെയ്തു. അങ്ങനെ ആ ചുമര അടിച്ച് അങ്ങനെ അത് അടിച്ച് പലട്ട് തുടങ്ങി. അപ്പോൾ ബാക്കിയുള്ള ഹിന്ദിക്കാരെ അവിടെ ബാക്കിയുള്ള ബാലൻസ് പാലിന് അങ്ങനെ ശേഷം പലട്ട് ആ സൈഡും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മേലെ കയറി. പിന്നെ അത് ലാസ്റ്റ് ചുമര് അടിക്കുകയാണ്. ലാസ്റ്റ് ചുമര് നല്ല നനവുണ്ടായതുകൊണ്ട് തന്നെ ഗ്രൗട്ട് ഭയങ്കര ലൂസായിട്ടാണ് പോകുന്നത്. അങ്ങനെ അതും ഗ്രൗട്ട് അടിച്ച് ഏകദേശം പിന്നെ അത് അപ്പത്തെ അടിച്ചിട്ടിട്ട് കോല് തള്ളുകയാണ്. അങ്ങനെ എന്താ വെച്ചാൽ ഇത് ഒരാൾ അടിക്കുമ്പോൾ ഒരാൾ കോലുള്ളൂ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ആ ഫാനിൻ്റെ രസം കണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന് ചെറിയൊരു പീസ് ഉണ്ട്, അതൊക്കെ ഒരാളവിടെ പലയിടുമ്പോൾ ഒരാളിവിടെ കോലിടാണ്. ഒരു അഡ്ജസ്റ്റ് പണിയെല്ലാം പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അഡ്ജസ്റ്റ്. അപ്പോൾ ഏകദേശം നല്ല ചൂടുണ്ട്. ഈ URPൻ്റെ സ്മെല്ലും കൂടി ആയിട്ട് നല്ല വിങ്ങലും ഉണ്ട്. അങ്ങനെ എന്താ വെച്ചാൽ ഫാനുമ്മലാണ് പിന്നെ അഡ്ജസ്റ്റ്. ഫാന് ചുറ്റോട്ട് കറക്കുന്ന രീതിയിലായി. അല്ലാതെ എന്താ അതിൻ്റെ സ്മെല്ലും പിന്നെ സ്ട്രോങ്ങുമാണ്. അങ്ങനെ വെച്ചാൽ ഇനി അടി പരത്താനുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ അടിയാണ് ഇടാനുള്ളത്. ചുമരൊക്കെ ഫുള്ള് ഫിനിഷായി. ഇനി അടി പരത്തണം. ആ മൂലയിലോട്ടാണ് സ്ലോപ്പ് എന്ന് വെച്ചാൽ പൈപ്പ് വന്നിട്ടുണ്ടാവും. 4 വെച്ച് തള്ളിയിട്ട് ഒരാൾ വലിച്ചു പോരുമ്പോൾ ഒരാൾ പലയിട്ട് പോരുകയാണ്. അങ്ങനെ ഒരാൾ പലയിട്ട് വരുമ്പോൾ അങ്ങനെ ആണ്ടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ഞാൻ കോലി വലിച്ചു കൊടുക്കണേ, അവർ പലയിട്ടാണ് പോരുന്നത്. അങ്ങനെ ഏകദേശം അവിടുന്ന് പകുതി. ഇനി ബൾബൊക്കെ അവിടെ ഉണ്ട്. ബൾബിലെ ലൈറ്റിൻ്റെ ഇപ്പോൾ കണ്ട് കാരണം എന്താ വെച്ചാൽ മൂലയ്ക്ക് കുറച്ച് ഇട്ടാണ്. അതുകൊണ്ട് ബൾബ് കത്തിച്ച് കൊണ്ടാണ് പണിയെടുക്കേണ്ടത്. ഏകദേശം പലയിട്ടും എനിക്ക് പോരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഓരോ കോലിനൊറ്റ തള്ളി പോരുന്നത്. തള്ളുന്നത് നമ്മൾ ഒരാൾ പലയിട്ടും പോരും. അപ്പോൾ പണി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് വല്ലാതെ നടന്ന് പോകില്ല. അതിനാണ് നമ്മൾ കോലിടുമ്പോൾ ഒരാൾ കോലിടുക, ഒരാൾ പലയിട്ട് പോരും. അതാണ് പരിപാടി. അപ്പോൾ ഏകദേശം നമ്മളെ ഒരു പകുതി എന്ന് പറയാൻ വേണ്ടിയിട്ട് കാവാകായി പലട്ട് കോലും തള്ളി പോരുന്നുണ്ട്. ഇനി പിന്നെ അത് ഏകദേശം തള്ളി ഫുള്ളാക്കി ഒരു 3/4 ഭാഗവും തള്ളി വെച്ചിരുന്നു. ഇനി അത് നമ്മൾ നിസാറും കൂടി പലയിടാൻ കയറുന്നുണ്ട്. അങ്ങനെ അത് പലയിട്ട് പിന്നെ ഈ കോണി വെച്ച ഭാഗം കോണി മേലേക്ക് പൊന്തിച്ചിട്ടിട്ട് അവിടെയാണ് നമുക്ക് പലയിടാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്രൗട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിയിലും
നമ്മൾ ഗ്രൗട്ട് കൊടുക്കുന്നുണ്ട്. ആ ഗ്രൗട്ട് ഏകദേശം കട്ടിയിലാണ് കൊടുക്കേണ്ടത്, കാരണം ടാങ്ക് ആയതുകൊണ്ട് കട്ടിയിലാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ടാങ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, ടാങ്കിൻ്റെ മുക്കുകൾ വരുന്നിടത്തൊക്കെ നമ്മൾ ഇട്ടും ഫില്ലർ വരുന്നിടത്തൊക്കെ ഇട്ടുണ്ട്. കാരണം നമ്മൾ വെള്ളത്തിൻ്റെ പവർ പറഞ്ഞാൽ അത് അതിശക്തമായ പവറാവും, അപ്പോൾ മുക്കും ഉണ്ടാവില്ല. മുക്കൊക്കെ നമ്മൾ ഉരുട്ടി വെക്കുന്നുണ്ട്. അത് ഉരുട്ടുന്ന വീഡിയോ അതിൽ കാണിക്കുന്നുണ്ട്. എല്ലാ മുക്കും ഉരുട്ടിയിട്ടാണ് വെക്കുക. കാരണം മൂലമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടുകളും സംഭവങ്ങളും വെള്ളത്തിൻ്റെ പവർ കൂടും. മൂലയിൽ വന്നിട്ട് അടിച്ചിക്കുമ്പോൾ മൂലക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഏത് മൂല വരുമ്പോഴും ടാങ്കിൻ്റെ മൂലകൾ നമ്മൾ ഒന്ന് ഉരുട്ടി കൊടുക്കും, വെള്ളത്തിൻ്റെ പവർ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഏകദേശം ഗ്രൗട്ട് കൊടുത്ത് തെളി കൊടുത്ത് ഏകദേശം പോരുകയാണ്. അപ്പോൾ ഒരാൾ പത്രമായിട്ടാണ് നമ്മൾ വിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒറ്റ വലിയ തന്നെ പരിപാടി ചെയ്യും. ഇനിയിപ്പോൾ അത് ലാസ്റ്റ് കഴിക്കണ്. ഇനിയിപ്പോൾ കോണി വെച്ചിട്ടുണ്ട്, കോണി വെച്ച് അയിമക്കൂടുണ്ട് കയറാനുള്ള പരിപാടിയിലാണ്. ലാസ്റ്റ് ഘട്ടമാണ് നമ്മളെ ലാസ്റ്റ് ഘട്ടത്തെ ടൈം നമ്മളെ ഫാന് മേലോട്ട് കയറ്റിയിട്ടുണ്ട്. കാരണം അതിനുള്ളിൽ ചൂടായിട്ട് നിൽക്കാൻ വയ്യ, ഭയങ്കര ആവിയാണ്. അതുകൊണ്ട് മേലെ നിന്നിട്ടാണ് ഫാന് വെക്കേണ്ടത്. കാരണം അതിനുള്ളിൽ നിൽക്കാൻ കഴിയില്ല, അല്ല അതാണ് എല്ലാവരും നിൽക്കാതെ ഒരാൾ മാത്രം വലിക്കേണ്ടത്. അങ്ങനെ ഫാന് മേലെ വെച്ച് കൊടുത്തപ്പോൾ കുഴപ്പമില്ല. പിന്നെ അങ്ങനെ ഏകദേശം പണി കഴിഞ്ഞ് പൂർത്തിയായി, എല്ലാ അടിയും എല്ലാം ക്ലീൻ. അങ്ങനെ നമ്മളെ അണ്ടർഗ്രൗണ്ട് ടാങ്കിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ്. ഇനി അടുത്ത വെറൈറ്റി പണികളുമായിട്ട് വരാം. അതായിരിക്കും. ഓക്കെ, താങ്ക് യു.